ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ കേരള സർവകലാശാല. രജിസ്ട്രാറുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും നടപടി. 2022-24 ബാച്ചിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. ബൈക്കിൽ പോകുമ്പോൾ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു എന്നാണ് അധ്യാപകന്റെ മൊഴി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, തുടക്കത്തിൽ ഈ വീഴ്ച മറച്ചുവെക്കാൻ സർവകലാശാല തന്നെ ശ്രമിച്ചു എന്ന ആരോപണം കൂടിയുണ്ടല്ലോ ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സർവകലാശാലയിൽ വീണ്ടും ഒരു പരീക്ഷാ വിവാദം ഉണ്ടാകുമ്പോൾ അതിൽ സർവകലാശാലയ്ക്കും ചെറിയ രീതിയിലെങ്കിലും വീഴ്ച സംഭവിച്ചെന്നുള്ള ആരോപണം ശക്തമാണ്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ വലുതുമാണ്. കാരണം കേരള സർവകലാശാല 2022-24 ബാച്ചിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് അധ്യാപകൻ നഷ്ടപ്പെടുത്തിയത്. 5 കോളേജുകളിൽ നിന്നായുള്ള പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. ഏപ്രിൽ 7 പരീക്ഷ വീണ്ടും നടത്തുമെന്ന സംഭവത്തിൽ കേരള സർവകലാശാല പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ വിദ്യാർത്ഥികളിൽ പലരും വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആശങ്ക പലതരത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നതും. അതേസമയം ഈ വിഷയത്തിൽ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അധ്യാപകന് സംഭവിച്ചത് ഗുരുതര വീഴ്ച എന്നാണ് നിലവിലത്തെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഉത്തരക്കടലാസുകൾ നഷ്ടമായത് പാലക്കാട് നിന്നും ബൈക്കിൽ വരവെയാണ് എന്നുള്ള വിവരം കൂടി കേരള സർവകലാശാലയ്ക്ക് മുൻപിലുണ്ട്. പേപ്പറുകൾ നഷ്ടമായ വിവരം സർവകലാശാലയെ അറിയിക്കാൻ ഏറെ വൈകി. പ്രാഥമിക അന്വേഷണത്തിൽ അധ്യാപകന് വീഴ്ച ഉണ്ടായെന്നും കേരള സർവകലാശാല കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇയാൾക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസും കേരള സർവകലാശാല നൽകി. പോലീസിൽ പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം വൈസ് ചാൻസലർ തീരുമാനിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പരീക്ഷ നടത്തുന്നതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടടക്കം കേരള സർവകലാശാലയ്ക്ക് ഈ വിഷയത്തിൽ വലിയ തരത്തിൽ തലവേദന ഉണ്ടാകുന്നു. അതേസമയം വിദ്യാർത്ഥികളിൽ ഏറെ പേരും വലിയ ആശങ്കയിലുമാണ്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.